സീനാണ്. എന്ന് വെച്ചാൽ വുക്മാനോവിച്ചിന്റെ ടീം കുറച്ചും കൂടി കൂടുതൽ പാസസ് അലൗ ചെയ്യും, പക്ഷെ സ്റ്റാറയുടെ അവിടെ കുറച്ചും കൂടി ഹയർ പ്രസ്സിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ വുക്മാനോവിച്ചിന്റെ ടീമിന് ഞാൻ പറഞ്ഞ പോലെ 2-3 വർഷം കളിക്കാനുള്ള ഒരു കണ്ടിന്യൂറ്റി കിട്ടി. എന്ന് വെച്ചാൽ അതേ പ്ലേയേഴ്സ് തന്നെ കണ്ടിന്യൂറ്റി കിട്ടിയോണ്ട് അവർക്ക് തമ്മിൽ കുറച്ചും കൂടി ടീം കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോമ്പിനേഷൻ പ്ലേയേഴ്സ് കുറച്ചും കൂടി കൂടുതലുണ്ടായി. നമ്മൾ ആ ടീമിനെ വെക്കാണ്ട് നമ്മൾ ആ ടീമിലുള്ള എല്ലാ നല്ല നല്ല പ്ലേയേഴ്സിനെ വിറ്റിട്ട് നമ്മൾ നല്ല പ്ലേയേഴ്സിനെ ഒന്നും എടുക്കാണ്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പൊ സ്റ്റാറയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തില് സ്റ്റാറയ്ക്ക് കണ്ടിന്യൂറ്റി കിട്ടിയിട്ടില്ല. പിന്നെ പുള്ളി ചാർജ് എടുത്തിട്ട് ആകെ ഇപ്പൊ 8 or 9 ഗെയിംസ് ആയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പ്രോബ്ലം വുക്മാനോവിച്ചിന് ഉണ്ടായിരുന്നില്ല, പക്ഷെ സ്റ്റാറയ്ക്ക് ഉണ്ട്. പിന്നെ സ്റ്റാറയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കളി കുറച്ചും കൂടി ഇപ്പൊ വൺ ഡയമെൻഷനിലാണ്. കാരണം നമ്മൾ ഈ പ്രസ്സിംഗ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ പാസസ് ഒന്നും കറക്റ്റ് ആവുന്നില്ല.